മഞ്ജുചേച്ചി പാമ്പ് എവിടെയാണ്? പാമ്പാ? എന്റെ കർത്താവേ, നോക്കി 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 ഇതിൽ കൂടെയൊക്കെയല്ലേ നമ്മൾ നടക്കണത്. ദൈവമേ, ആ അഭിലാഷിനൊക്കെ കയറി കടിക്കാഞ്ഞത് അഭിലാഷേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. എവിടെയാണ് സഹ? നീ എവിടെ? ചേച്ചി അങ്ങോട്ട് വഴിയുണ്ട്, വേറെ വഴിയുണ്ട്, അതല്ലേ അല്ല സീരിയസ് ആയിട്ട് അതിനകത്ത് പാമ്പുണ്ടെന്ന്. പാമ്പ് അതിന്റെ അകത്തുണ്ട്. ഓ അതിന്റെ അകത്തുണ്ട്, അതിന്റെ അകത്തുണ്ട്, അതിന്റെ അകത്തുണ്ട് പാമ്പുണ്ട്. ചേച്ചി താഴോട്ട് പോവല്ലേ ചേച്ചി, അവിടെ പാമ്പുണ്ട് ചേച്ചി. പാമ്പ് പാമ്പ് പാമ്പ്. മഞ്ജുചേച്ചി പാമ്പ്. ചേച്ചി ആ വഴിയുടെ റൂമിന്റെ അപ്പുറത്ത്. ഓടുക. എന്റെ കർത്താവേ, നോക്കി 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 ഇതിൽ കൂടെയൊക്കെയല്ലേ നമ്മൾ നടക്കണത്. ദൈവമേ, ആ അഭിലാഷിനൊക്കെ കയറി കടിക്കാഞ്ഞത് അഭിലാഷേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. എവിടെയാണ് സഹ? നീ എവിടെ? ചേച്ചി അങ്ങോട്ട് വഴിയുണ്ട്, വേറെ വഴിയുണ്ട്, അതല്ലേ അപ്പുറത്തോട്ട് ആ ടോയ്ലറ്റിന്റെ അകത്തോട്ട് പോവുകയും ചെയ്യാം. ഡ്രസ് ചെയ്യണം. നോക്കിക്കോണേ, മര്യാദ ഒരു വഴിയും പോണേ. കാണാൻ പറ്റുന്നില്ല, അത് കയറി പോയി. ഇവൻ കളി ഈ സഹം വെറുതെ പറയണത്. ആരെ കണ്ടതിന് മനുഷ്യരെ നോക്കി നിക്കണേ? ആരെ കണ്ട? ഞാനാ കണ്ട, ഞാനാ കണ്ട. അപ്പുറത്തെ റൂമിൽ വെക്കാണ്. ബാത്റൂമിൽ വന്നിട്ടില്ല കേട്ടാ, ബാത്റൂമിൽ വന്നിട്ടില്ല. ഞാൻ നേരെ കണ്ടില്ല. നോക്കി തന്നെ ആയിരിക്കും. ഇവിടെ ഇവിടെ പറമ്പല്ലേ ആമാ. കുറച്ചുകൂടെ പോവാന്ന് നോക്കിക്കോണേ. വീട്ടുപത്തി അല്ലെങ്കിൽ നാടൻ പറ്റി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമസ്കാരം, എന്തുണ്ട് വിഷയം? സുഖമായിരിക്കുന്നല്ലോ. ഹായ്, ഞങ്ങൾ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട്. സന്തോഷം. എല്ലാവരും ഉണ്ടല്ലോ. ഹലോ, എന്താ പേര്? റേഹാൻ. കുടുക്കാച്ചി പേരാണല്ലോ. എന്താ ചേച്ചിന്റെ പേര്? ദല. ദല വെറൈറ്റി പേരല്ലോ. ദലയലാമ്മ. ദല. കുടുക്കാച്ചി പേരെ. പല്ലൊക്കെ എന്ത് ഇങ്ങനെ വലിയ പല്ലും അണലിയുടെ പല്ലാണല്ലോ. മൊയിലിന്റെയാണോ? മൊയിലിന്റെ രണ്ടെണ്ണം കേട്ടു. സൈഡിൽ കല്ലുകൊണ്ട് അണലിക്കുണ്ട്. അതാണ്. എന്താണ് മോളെ? എത്രല്ല പഠിക്കണ മോളെ? 2ാം ക്ലാസ്. ഈ രണ്ടാണോ ഈ രണ്ടാണോ? ഈ രണ്ടാണോ ഈ രണ്ടാണോ? ഏത് രണ്ടാ? ഈ രണ്ടോ ഈ രണ്ടോ? അതേ, ആ രണ്ടല്ലല്ലോ ഞാൻ ചോദിച്ചു. ഈ രണ്ടാണോ ഈ രണ്ടാണോ? ഈ രണ്ടല്ലേ? ഈ രണ്ടായപ്പോ എത്ര? 4ആയി അല്ലേ? ഈ രണ്ട് 2 4അല്ലേ? സുഖമായിരിക്കുന്നല്ലോ. ഏത് സ്കൂളിലാണ് പഠിക്കാൻ? വിമല ഹൃദയത്തിലോ? ഓടി കൂടി കിടക്കാച്ചല്ലേ നമ്മൾ. എല്ലാവരും ഉണ്ടല്ലേ? ആണോ? എന്തൊക്കെ വിഷയം? അവരെ കണ്ടിട്ടുണ്ടല്ലോ. അതിഥിയും വന്നിട്ടുണ്ട്. നമസ്തേമ്മ. എന്തായാലും ഭാഗ്യമുണ്ട്. എന്താ പറയാ, നിങ്ങളെ കാണാൻ കഴിഞ്ഞല്ലോ. കാരണം നിങ്ങളെ കാണാൻ ചാനലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സന്തോഷമുണ്ട്. ഈ മോഹൊക്കെ കണ്ട് കിടക്കാച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം അല്ലേ? അപ്പോഴും എന്നെ ഇവിടെ നടത്താൻ വേണ്ടി എൻ്റെ ആൾക്കാർ തന്നെ വേണ്ടി വന്നു. സന്തോഷം. എല്ലാവരും സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നമ്മളെ സാധനങ്ങളെല്ലാം വെളിയിലിട്ടിട്ട് അകത്തോട്ട് കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ പുറത്തിട്ടുണ്ട്. വേറെ സൈറ്റിലൊക്കെ എടുത്തു വരാറുണ്ട്. എല്ലാം പുറത്തൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെയല്ലേ വണ്ടി കയറ്റുന്നത്. ഇതെല്ലാം നോക്കട്ടെ. നോക്കിയതിനു ശേഷം നമുക്ക്
ലാസ്റ്റ് ചോദിക്കണം, നീ കണ്ടല്ലേ? ഓ കണ്ടെണ്ണ അകത്ത് കാണും, നോക്കാം. പാമ്പുണ്ട്. ആ അതല്ലേ പറഞ്ഞത്. അല്ല സീരിയസ് ആയിട്ട് അതിനകത്ത് പാമ്പുണ്ടെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക, ഇതൊരു അത്ഭുതമൊന്നുമല്ല. കാരണം ഇതൊക്കെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമൊന്നുമല്ല. കാരണം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, പാങ്ങോട് അതുപോലെ ഇടപ്പഴിഞ്ഞി, അത് നമ്മുടെ ഈ SK ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എനിക്ക് പറഞ്ഞത്. എൻ്റെ ഓർമ്മ വന്നാൽ എനിക്കൊരു വെള്ള മൂർക്കൻ SK ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എനിക്ക് കിട്ടിയത്. ഒരു 10-18 വർഷത്തിന് മേളിൽ, 18 വർഷത്തിന് മേളിലാവും. അത് സാറേ നമസ്കാരം. സന്തോഷം. എനിക്ക് തോന്നുന്നത് ഇത് 2 ഓപ്ഷൻ ഉണ്ട്. ബാത്റൂമിന്റെ അവിടെ നോക്കിക്കാൻ പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഇത് നോക്കിയോളൂ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ഓപ്ഷൻ കൂടുതൽ. അതായത് ഇത് കണ്ടോ, ഇതൊരു ഹോളാണ്, ഇതൊരു വലിയ ഹോളാണ്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് വരാൻ സാധ്യത, ഇത് താഴെ ബേസിൽ നിന്ന് വരുന്നതാണ്. ഈ 2-3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മള് സത്യം പറഞ്ഞാൽ നമുക്കിവിടെ അറിയാലോ, നമുക്ക് പുറത്തുനിന്ന് മാളുണ്ട്, പുറത്തുനിന്ന് വഴികളുണ്ട്. അതിനുപരി ഇതൊരു ഇത്രയും ആൾക്കാർ ഇതുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തോട്ട് ആദ്യം ആൾ വരാറില്ല, അവരെല്ലാം ഫ്രണ്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അപ്പുറത്തൊരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിന്റെ മേളിലേക്കാണ് ചെറിയ ഇത്. ഞാൻ ഒരു 10 അടിക്ക് മേളിൽ ഹൈറ്റ് ഉണ്ടാകും അതിൽ. അപ്പൊ അതിനകത്തൂടെ ഒക്കെ ഇങ്ങോട്ട് സ്പേസ് ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ കാണാം. അത്ര വലുതൊന്നുമല്ല, എന്നെ സംബന്ധിച്ചത് വലുതല്ല. അത്ര ലൈറ്റ് ടോർച്ച് എന്തെങ്കിലും ഉണ്ട് സാറേ? നമുക്ക് ഇതിനെ വെളിയിലോട്ടെ. കാരണം ഇതിനകത്ത് മാളങ്ങളുണ്ട്. ഇതിനകത്തോട്ട് ഇറങ്ങി പോയാൽ പിന്നെ നമ്മൾ വീട്ടിൽ എല്ലാം കുത്തി പോയില്ലേ. ഇതില് കാണാം. അവിടെ വലിയ മോളുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം നമ്മളൊന്ന് മാത്രമല്ല, സിനിമയായിരുന്നാലും സീരിയലായിരുന്നാലും എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുള്ള അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെട്ടി കാർട്ടൂണുകളൊക്കെ നിങ്ങളിങ്ങനെ സെറ്റാക്കിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് വണ്ടി കയറ്റുന്നതിന് മുന്നേ നിങ്ങൾ സൈറ്റിൽ ഇറക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അറിയാമല്ലോ, നമുക്കിപ്പോൾ മിലിറ്ററിയിൽ നിന്ന് പട്ടാളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വണ്ടിക്ക് അകത്തൊക്കെ പാമ്പിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാർഗോയിൽ ഫ്ലൈറ്റ് എയർ ചെയ്യുന്ന ഫ്ലൈറ്റിനകത്ത് പാമ്പിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ അടുത്ത കാലത്തും UK എവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ചിറവിൽ പാമ്പിരുന്നത്. അതുപോലെ എനിക്ക് ഒരു 15 വർഷത്തിനടുത്താവും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനകത്ത് ഒരു ഫ്ലൈറ്റ് റണ്ണിങ്ങിനായി റെഡിയായിരിക്കുന്ന ഫ്ലൈറ്റിനെ അവസാനം എഞ്ചിനീയർമാർ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടയറിൻ്റെ അടിയിൽ കൂടെ എന്തോ ഒരു സാധനങ്ങൾ മേളിൽ കൂടെ എഴുതി പോന്നിട്ട് അവർക്ക് തോന്നി.
അങ്ങനെ ഫ്ലൈറ്റ് മാറ്റി അങ്ങനെ എന്നെ വിളിച്ചു. ഞാനവിടെ ഒരു 4-5 മണിക്കൂർ പണി ഞങ്ങൾ അവിടുത്തെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ച് ഫ്ലൈറ്റിൻ്റെ അടിയിലത്തെ ആ പീസ് മുഴുവൻ ഇളക്കിയിട്ട് ഞാനൊരു ചേര എടുത്തിട്ടുണ്ട്. എനിക്കൊരു 15 വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശ്രദ്ധിക്കണം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു അവസരം. കാരണം എനിക്ക് ഇവിടെ വരാനും ഇവരെയൊക്കെ ഞാൻ ചാനലിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വരാനും ഇവരെയൊക്കെ കാണാനൊക്കെ ഒരു അവസരം ഒരുക്കിയത് എൻ്റെ പ്രിയപ്പെട്ട അതിഥിനെ ഉദ്ദേശം ഏകദേശം ഞാൻ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഉദ്ദേശം ഏകദേശം 6 വയസ്സോളം പ്രായം വരുന്ന പെൺമൂർഖൻ അതിഥിയാണ്. അതെ, പെണ്ണാണ്. പടം പൊഴിക്കാറായി, സ്കിൻ ഷെഡ് ചെയ്യാറ്, പടം പൊഴിക്കാറായി. എനിക്ക് പറഞ്ഞാൽ ഇവർ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ചുവൻ്റെ മുകളിൽ, ഇപ്പം നമ്മൾ താഴെയാണ് കണ്ടത്, ചുവൻ്റെ മുകളിൽ ഒരു ഹൈറ്റ്, ഒരു 2 അടി ഹൈറ്റ് ഒരു മാളം ഉണ്ടായിരുന്നു. അതിനകത്തായിരിക്കണം ഇരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് പുറത്തുനിന്ന് ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ ചിലപ്പോൾ ഹോൾ കാണും. ഈ ഹോളിനകത്തൂടെ കയറി അതിനകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പാമ്പിനെ ഭയപ്പെടേണ്ട എന്ന് ഞങ്ങൾ പറയുന്നത് ഒരിക്കലും പാമ്പിനെ പിടിച്ച് വളർത്തണമെന്ന്, പാമ്പിനെ പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന്. പണ്ട് കാലങ്ങളിൽ നമ്മൾ സീരിയലിലും സിനിമകളിലൊക്കെ പാമ്പിനെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം. പാമ്പിനെയൊക്കെ അന്ന് പല്ലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഗ്ലാൻഡൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടാണ് പല ആൾക്കാരും ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിസ്റ്റ്മാരൊക്കെ കരുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലൈവാണ്. കണ്ണിൻ്റെ പുറകിൽ ഇതായി കാണുന്നതാണ് എൻ്റെ ഗ്ലാൻഡ്. ഈ കാണുന്ന കണ്ണിൻ്റെ പുറകിൽ കാണുന്നതാണ് എൻ്റെ ഗ്ലാൻഡ്. അപ്പോൾ അത് ഫുള്ള് എഫക്റ്റിൽ വേണം ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അപകടമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അന്ന് ആ സിനിമയിൽ ആ സീരിയലിൽ ആ ചേച്ചി എടുത്ത് കഴുത്തിലിട്ട് ആ ചേച്ചി ഇങ്ങനെ പിടിച്ചില്ല എന്നൊക്കെ വിചാരിച്ച് സാധാരണ പാമ്പിൻ്റെ അടുത്ത് തന്നെയാണ് പണി വാങ്ങും എന്നുള്ളത് കൂടി ഓർമ്മിക്കുന്നതിന് സാറേ ഒരു ഇനിയിപ്പോൾ ബാഗിലിട്ട് വണ്ടി കാറിട്ട് ഓടിക്കാം. കാരണം ഇന്ന് സേഫായിട്ട് കെട്ടി വേറെ ചാക്ക ഇതിൽ തുളയ്ക്കും. ഇതിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തുളച്ചാണ്. പന്നച്ചാക്ക. അതെ, ഇത് പന്നച്ചാക്ക. കട്ടി വേണം. അപ്പോൾ അതിനകത്ത് കാണിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും അമ്മയും മോനും എൻ്റെ മോൻ പാമ്പിനെ പിടിച്ചു. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങളെ ലൊക്കേഷനിൽ വന്നതിൽ വലിയ സന്തോഷം. ഇനിയും വരാം. ഇനി വരണ്ട. കാരണം ഒരു ആള് വരുമ്പോൾ നമുക്ക് വീണ്ടും വരാൻ വേണ്ടി പറയും. ഞങ്ങളുടെ ലൊക്കേഷൻ ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തോട് മാത്രം ഞങ്ങൾ ഇനി വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആവശ്യത്തിന് വരണം. അല്ല, വരണം. പക്ഷെ ഇതിനു വേണ്ടി വരണ്ട.